കോഴിക്കോട്ടേക്ക് അവിടെ ഇടവിട്ട് മഴ തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. മലബാർ ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം ചേരും വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? മഴ അല്പം ഇടവിട്ട് മഴ പെയ്യുന്നു എന്ന് പറയുന്നു. മഴ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ കോഴിക്കോട് ജില്ലയെ? മലബാറിൽ പൊതുവിൽ മഴ കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ് വസ്തുത. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെല്ലാം തന്നെ മഴയാണ്. കോഴിക്കോട് ഇന്ന് പുലർച്ചെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യമാണ്. കടൽ കയറുന്ന സാഹചര്യവും വളരെ രൂക്ഷമാണ്. ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണാം കടൽ കലിതുള്ളി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ കടൽ കയറിയതിൻ്റെ നാശനഷ്ടത്തിൻ്റെ കാഴ്ചയാണ്. നമ്മളിപ്പോൾ ബട്ട് റോഡ് ബീച്ചിലെ ഒരു ടൂറിസ്റ്റ് സെൻ്ററാണിത്. ഇവിടെയാണ് കാഴ്ച. മുനീഫ് ഒന്ന് താഴോട്ടേക്ക് ക്യാമറ പാൻ ചെയ്താൽ കാണാം. ഈ കടൽ കയറിയിട്ട് ഈ നമ്മുടെ ബട്ട് റോഡ് ബീച്ച് പാർക്കിൻ്റെ അതിർ വരമ്പുകളെല്ലാം തന്നെ, ഇവിടെയുള്ള ലൈറ്റുകൾ, അതുപോലെ തന്നെ ഈ ഭിത്തി എല്ലാം തന്നെ തകർന്നു കിടക്കുന്ന കാഴ്ചയാണുള്ളത്. പൊതുവിൽ കടലിലേക്ക് നമ്മളൊന്ന് പാൻ ചെയ്താൽ കാണാം ബന്ധന വള്ളങ്ങളോ ബോട്ടുകൾക്ക് ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. മറ്റ് ചെറുവള്ളങ്ങളൊന്നും തന്നെ കാണാനില്ല. അതായത് മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ കേരളത്തിൻ്റെയും ബംഗാളിൻ്റെയും തീരപ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് നിയന്ത്രണമുണ്ട്. മാത്രമല്ല ഉയർന്ന തിരമാലകൾ, വേഗത്തിലുള്ള കാറ്റും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. ഏതായാലും മത്സ്യത്തൊഴിലാളികളൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കടലിലെ ദൃശ്യങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്നു. കോഴിക്കോടാണെങ്കിൽ ഈ രീതിയിൽ കടൽ കയറുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. പൊതുവിൽ മഴ ഇപ്പോൾ വിട്ടുമാറുന്നു എങ്കിലും ഇടവിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.